ഹായ് സുഹൃത്തുക്കളെ, ഞാനൊരു യൂണിഫോം ലേഡീസിൻ്റെ ഷർട്ട് തയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. ഷർട്ട് തയ്ക്കാൻ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അറിയാൻ പാടില്ലാത്തവർ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ഷർട്ട് തയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഷർട്ട് അപ്പോൾ നമുക്ക് ആദ്യം കൈ അടിച്ചു തുടങ്ങണം. അപ്പോൾ കൈ ഞാനിങ്ങനെ രണ്ടായിട്ട് മടക്കി അതിനുശേഷം അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തുണിയാണെങ്കിലുണ്ടല്ലോ, ക്രോസിലുള്ള തുണി അല്ലെങ്കിൽ ക്രോസ് പീസ് ആണെങ്കിൽ വലിഞ്ഞു പോകും. അല്ലാത്ത തുണിയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടിയിലത്തെ പീസുണ്ടല്ലോ, ഈ പീസും ഈ നമ്മൾ വെച്ചടിക്കുന്ന പീസും നമ്മളിങ്ങനെ നന്നായിട്ട് വലിച്ചു പിടിച്ചടിക്കണം. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുളുക്കോണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വേണം അടിക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്ത് തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്താലും നമ്മളെ ഈ അടിയിലത്തെ പീസ് ഇങ്ങനെ നമ്മൾ വലിച്ചു പിടിക്കണം. അതുപോലെ തന്നെ മുകളിൽ വെക്കണത് കറക്റ്റായിട്ട് കണ്ടോ. അങ്ങനെ അടിച്ചപ്പോൾ കണ്ടോ, ലേശം പോലും ചുളുക്കയില്ലാതെ നല്ല കറക്റ്റായിട്ടിരിക്കണുണ്ടോ. അങ്ങനെ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിത് ബാക്കിൽ നിന്നാണ് തുടങ്ങിയത്. ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിൽ അവസാനിച്ചു. ഇനി അടുത്തത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്കിൽ അവസാനിക്കണം. അത് ഇതുപോലെ തന്നെ രണ്ടായിട്ട് മടക്കി നമ്മളിങ്ങനെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അടിയിലത്തെ പീസ് നമ്മളിങ്ങനെ വലിച്ചു പിടിക്കണം. ആട്ടുമ്പോൾ മുകളിലത്തെ പീസ് നമ്മളിങ്ങനെ ഒപ്പം വയ്ക്കണം. അപ്പോൾ അടിയിലത്തെ പീസ് നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചു, മുകളിലത്തെ പീസ് ഉണ്ടോ. അപ്പോൾ കറക്റ്റ് ചുളുക്കൊന്നുമില്ലാതെ നല്ല ഫിനിഷിങ്ങിലിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റിച്ചും അങ്ങനെ ചെയ്യണം നമ്മൾ കേട്ടോ. അപ്പോൾ കൈ രണ്ടും നമ്മൾ അടിച്ചു. നമുക്ക് ബട്ടൺ വെക്കാനുള്ള പടിയാണ് അടിക്കുന്നത്, ബട്ടൺ വെക്കാനുള്ള പടി. അപ്പോൾ ഇതെന്നു വെച്ചാൽ ഈ തേരുണ്ടല്ലോ, ഈ തേര് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ തേരിന് ചുളുക്കം ഉണ്ടാവും. അത് ഈ തുണി പോലെ ഇങ്ങനെ നിവർന്നിരിക്കത്തില്ല തേര്. അപ്പോൾ അതുകൊണ്ട് തേര് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന പറയും, ഇതിനെ നമ്മളിങ്ങനെ മടക്കുമ്പോൾ നമുക്ക് വലിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ സൈഡ് കത്രിക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടണം. കണ്ടോ, ഇങ്ങനെ കത്രിക്ക് ഇങ്ങനെ കട്ട് ചെയ്തിടണം. അപ്പോൾ നമ്മൾ മടക്കുമ്പോൾ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് മടങ്ങി കിട്ടും. അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം കൈ അടിച്ചതുപോലെ തന്നെ നമ്മൾ വയ്ക്കുക. അടിയിലത്തെ പീസ് ഇങ്ങനെ വലിച്ചു പിടിക്കുക, മുകളിലത്തെ പീസ് ഒപ്പം വയ്ക്കുക, അരികിലൂടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അടിയിലത്തെ പീസ് നമ്മൾ വലിച്ചു പിടിക്കുക, മുകളിലത്തെ പീസ് ഒപ്പം വയ്ക്കുക, നമ്മൾ അരികിലൂടെ. അതുപോലെ തന്നെ നമ്മൾ അടിയിലത്തെ പീസ് വലിക്കുക, മുകളിലത്തെ പീസ് ഒപ്പം വയ്ക്കുക, അരികിലൂടെ. ഉണ്ടോ, ഫ്രണ്ട് വശം പടി അടിച്ചേക്കണോ, ഒരു ഒട്ടും ചുളുക്കമില്ലാതെ നല്ല ഭംഗിക്ക് അടിച്ചതാണ്. അങ്ങനെയാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ബട്ടൺ ഹോൾ അടിക്കാനുള്ള പടി അടിക്കണം കേട്ടോ. ചില തുണികളിലൊക്കെ നമ്മളിങ്ങനെ സ്പ്രേ ഒട്ടിക്കും. ഇത് ഞാൻ സ്പ്രേ ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ തുണി 3 മടക്കായിട്ട് മടക്കുകയാണ്. സ്പ്രേ ഇട്ടിട്ടില്ല. സ്പ്രേക്ക് പകരമായിട്ട് ഞാനിങ്ങനെ ഈ പടിക്ക് കനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആദ്യം ഒന്നിങ്ങനെ മടക്കി കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ മടക്കി. അപ്പോൾ ഇതിനകത്തിപ്പോൾ 3 ലെയർ തുണിയുണ്ട് കണ്ടോ, 1 2 3 ലെയർ. അപ്പോൾ 3 ലെയറിലാണ് ഞാൻ ബട്ടൺ ഹോൾ അടിക്കാനുള്ള പടി അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുകളിൽ നിന്നാണ് അടിച്ചു കൊടുക്കുന്നത്, കഴുത്തിൻ്റെ അവിടെ നിന്നാണ് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ, ഇങ്ങനെ അടിയിലത്തെ പീസ് ഇങ്ങനെ വലിക്കണം, പടി നമ്മളിങ്ങനെ ഒപ്പം.
വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അടിയിലത്തെ പീസ് നമ്മളിങ്ങനെ വലിക്കണം, മുകളിലത്തെ പീസ് നമ്മളെപ്പോൾ അടിച്ചു കഴിഞ്ഞാലും അടിയിലത്തെ പീസ് നമ്മളൊപ്പം നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് മുകളിലത്തെ പീസ് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ അടിക്കണം. അപ്പോഴാണ് നമുക്ക് ചുളുക്ക ഇല്ലാതെ അടിച്ചെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ ഈ അരിയിലൂടെ അങ്ങനെ അടിക്കണം. അങ്ങനെ നമ്മൾ ബട്ടൺ ഹോളടിക്കാനുള്ള പടിയും നമ്മൾ അടിച്ചെടുത്തു. ഉണ്ടോ, നല്ല ഫിനിഷിങ്ങിലിരിക്കണോ. അപ്പോൾ ചുളുക്കം ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ അടിയിലത്തെ പീസ് വലിച്ചു പിടിച്ച് മുകളിലത്തെ പീസ് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ചുളുക്കില്ലാതെ അടിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ഇങ്ങനെ ഈ തുമ്പ് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെട്ടിക്കണം. പിന്നെ നമുക്ക് അടിക്കാനുള്ളത് ഷോൾഡർ പീസാണ്. അപ്പോൾ ഷോൾഡർ പീസ് നമ്മൾ അടിക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ഈ ചോക്കും കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തേക്കണ ഭാഗം ഉള്ളിട്ട് പോകണം കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഇത് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തേക്കണ പീസാണ്. അത് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് അടിയിൽ ഉള്ളിലേക്ക് തിരിച്ചിടും. അതിനുശേഷം നമ്മളിങ്ങനെ ഈ 3 മാർക്ക് കണ്ടോ, ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബാക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ആദ്യം ഒരു ഷോൾഡർ പീസ് ആദ്യം വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ബാക്കിൻ്റെ സെൻറ്റർ മാർക്കിനോട് ഒപ്പം വയ്ക്കുക. അതിനുശേഷം ഈ മുകളിൽ വെക്കണ ഷോൾഡർ പീസിൻ്റെ സെൻറ്റർ ഒപ്പം വയ്ക്കുക. ഇങ്ങനെ 3 സെൻറ്റർ മാർക്കും ഒപ്പം വെച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്ന് അടിച്ചു തുടങ്ങണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഷോൾഡർ പീസ് വലിച്ചു പിടിക്കുക. അത് കഴിഞ്ഞ് ബാക്കി പീസ് വയ്ക്കുക. വീണ്ടും മുകളിലത്തെ ഷോൾഡർ പീസ് വലിച്ചു പിടിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞു പോയിട്ട് വീതിക്ക് അടിക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടെ നിന്ന് തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങണം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ ഷോൾഡർ പീസ് വലിച്ചു പിടിക്കുക. അത് കഴിഞ്ഞ് ബാക്ക് പീസ് ഒപ്പം വയ്ക്കുക. വീണ്ടും മുകളിലത്തെ ഷോൾഡർ പീസ് നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിക്കുക. അങ്ങനെ നമ്മൾ 2 ഷോൾഡർ പീസും നമ്മൾ അടിച്ചെടുത്തു. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ അതിങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്യണം നഖം കൊണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് നമ്മളിങ്ങനെ വളരെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് നഖം കൊണ്ട് പ്രസ് ചെയ്തിടണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ വലിച്ചു പിടിച്ച് അടിച്ചത് കൊണ്ടുണ്ടോ ചുളുക്കം ഇല്ലാതിരിക്കണതാണ്, അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇതാണ് ഈ മാർക്കുള്ളതാണ് അടിയിലത്തെ പീസ്. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലത്തെ പീസിൻ്റെ ഈ അരികിലൂടെ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ആ മുകളിലത്തെ പീസിൻ്റെ അരികിലൂടെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് 2 ഇതിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രണ്ട് പീസ് ഈ ഷോൾഡർ പീസിലേക്ക് നമ്മൾ ജോയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇത് അകത്തെ ഷോൾഡർ പീസ് ഉണ്ടല്ലോ, അകത്തെ ഷോൾഡർ പീസ് മുകളിലേക്കായിട്ട് ഇടുക. അകത്തെ ഷോൾഡർ പീസ് മുകളിലേക്കായിട്ട് ഇടുക. ഇതാണ് പുറത്തെ ഷോൾഡർ പീസ്, ഇത് പുറത്തെ ഷോൾഡർ പീസ്, ഇത് അകത്തെ ഷോൾഡർ പീസ്. അപ്പോൾ അകത്തെ ഷോൾഡർ പീസ് നമ്മൾ ഇങ്ങനെ മുകളിലേക്കായിട്ട് ഇടുക. അതിനുശേഷം നമ്മൾ ബട്ടൺ വയ്ക്കുന്ന പടി ഇങ്ങനെ കമിഴ്ത്തിയിടുക. ബട്ടൺ വയ്ക്കുന്ന പടി ഇതിനോടൊപ്പം ഇങ്ങനെ കമിഴ്ത്തിയിടുക കേട്ടോ. ഇങ്ങനെ കമിഴ്ത്തിയിടുക.
വട്ടം വയ്ക്കുന്ന പടി ഇങ്ങനെ കമഴ്ത്തിയിടുക. അത് കഴിഞ്ഞിട്ട് ബട്ടൺ ഹോൾ വയ്ക്കുന്ന പടി നേരെ എതിർവശത്തേക്ക് നമ്മളിങ്ങനെ കമഴ്ത്തിയിടുക. കേട്ടോ, ബട്ടൺ വയ്ക്കുന്ന പടി ബട്ടൺ ഹോളുള്ള പടി. എന്നിട്ട് നമ്മളിത് കൃത്യം ഈ എഡ്ജിൽ ഇങ്ങനെ കറക്റ്റ് എഡ്ജിൽ ഇങ്ങനെ വയ്ക്കണം. എന്നിട്ടൊരു പ്രഷർ വീതിക്ക് നമ്മളിങ്ങനെ അടിച്ചെടുക്കണം. അതിൻ്റെ നേരെ എതിരായിട്ട് ഇത് താഴേക്ക് നമ്മൾക്ക് ഇങ്ങനെ അഴിച്ചു. പ്രഷർ വീതിക്ക് നമ്മളിങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് ഫ്രണ്ട് പീസും ഷോൾഡറിൻ്റെ അകത്തെ ഷോൾഡർ പീസിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്നാ വെച്ചാൽ കണ്ടോ, ഇങ്ങനെ ഈ ഷോൾഡർ പീസിലേക്ക് ജോയിൻ ചെയ്ത് ഇങ്ങനെ എടുക്കുക. അടി ഷോൾഡറിൻ്റെ ഈ ഷോൾഡർ ഇങ്ങനെ അടില്ലേ, അത് നമ്മളിത് ഇങ്ങനെ ഞങ്ങൾ മറിക്കണം. കണ്ടോ, ഈ ഷോൾഡറിൻ്റെ തുമ്പത്തേക്ക് ഇങ്ങനെ ഷോൾഡർ എടുക്കുക. അത് കഴിഞ്ഞ് ഈ ഷോൾഡറിലേക്ക് ഇങ്ങനെ ഉണ്ടോ, ഈ ഷോൾഡറിലേക്ക് ഇങ്ങനെ മടക്കുക. ഉണ്ടോ, എന്നിട്ടതിങ്ങനെ കറക്റ്റായിട്ട് ഓപ്പൺ വയ്ക്കുക. ഇങ്ങനെ ഓപ്പൺ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ ആദ്യം അടിച്ച സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ സ്റ്റിച്ചിൻ്റെ ഇപ്പുറേക്കൂടെ, ഈ സ്റ്റിച്ച് പുറമെ കാണാതെ വണ്ണം ഈ സ്റ്റിച്ചിനോട് ചേർത്ത് ഇപ്പുറേക്കൂടെ നമ്മൾ അടിക്കണം. അടിക്കുമ്പോൾ നമ്മൾ തുടങ്ങുന്നിടത്തും അവസാനിക്കുന്നിടത്തും നമ്മൾ കെട്ടിട്ട് അടിക്കണം കേട്ടോ. തുടങ്ങുന്നിടത്തും അവസാനിക്കുന്നിടത്തും നമ്മൾ കെട്ടിട്ടടിക്കണം. അപ്പം നമ്മൾ ഒരു സൈഡ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തു. ഇനി നമ്മൾ ഈ ഷോൾഡർ ആണോ, ഈ ഫ്രണ്ട് പടി ബട്ടൺ ഹോൾ ഉള്ള പടിയുടെ ഈ പീസ് നമ്മളെടുത്തു. അത് നമ്മൾ മറിച്ച് ഈ ഷോൾഡറിൻ്റെ പുറത്തേക്ക് നമ്മൾ വെച്ചു. അതിനുശേഷം നമ്മളിതിങ്ങനെ തുമ്പുകൾ നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് വയ്ക്കും. ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വയ്ക്കും. അതിനുശേഷം നമ്മൾ ആദ്യം അടിച്ചതുപോലെ നമ്മൾ ഇതിനെ ആദ്യത്തെ സ്റ്റിച്ചിനോട് ചേർന്ന് കെട്ടിട്ട് തുടങ്ങണം, കെട്ടിട്ട് അവസാനിപ്പിക്കണം കേട്ടോ. കെട്ടിട്ട് തുടങ്ങി കെട്ടിട്ട് അവസാനിപ്പിക്കണം. അത് നമ്മൾ അടിച്ചിങ്ങനെ മറിച്ചെടുക്കണം. അത് നമ്മൾ മറിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഈ നല്ല പീസിൻ്റെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ അരികിലൂടെ നമ്മളൊരു അടി അടിച്ചല്ലോ, അതേപോലെ തന്നെ ഇതിൻ്റെയും അരികിലൂടെ നമ്മളിങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്യണം. രണ്ട് സൈഡും പുറമേ സ്റ്റിച്ച് ചെയ്ത് വെക്കും. അപ്പോൾ ഷോൾഡർ പീസ് പിടിപ്പിക്കുന്നതും അതിൻ്റെ അകത്ത് ഫ്രണ്ട് പീസ് പിടിപ്പിച്ച് ഷോൾഡർ അടിച്ച് മറിക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ കൈ പിടിപ്പിക്കാനുള്ളതാണ്. കൈ പിടിപ്പിക്കാനായിട്ട് നമ്മളിവിടെ കൈക്കുഴിയുടെ സെൻറ്റർ നമ്മൾ മറിക്കണം. കൈക്കുഴിയുടെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൈക്കുഴിയുടെ സെൻറ്റർ ഇങ്ങനെ ഒപ്പം പിടിക്കുകയല്ല, ഇങ്ങനെ ഒപ്പം പിടിക്കരുത്. കൈക്കുഴിയുടെ സെൻറ്റർ ഇങ്ങനെ ഒപ്പം പിടിക്കരുത്. അപ്പോൾ നമ്മൾ ആ കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ, ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടിയതുപോലെ തന്നെ നമ്മൾ ഈ എഡ്ജിലുണ്ടല്ലോ,
ഇതിവിടെ കറക്റ്റ് എഡ്ജിൽ വയ്ക്കുക. അതിനുശേഷം നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുക കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യാനായിട്ട്. ചുമ്മാ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് മാർക്ക് ചെയ്യരുത്. ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം നമ്മളിവിടെ സെൻറ്റർ മാർക്ക് ചെയ്യുക. നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതേ അളവിൽ തന്നെ നമ്മൾ അങ്ങേ സൈഡിലേക്ക് ഇങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. ഇങ്ങനെ നമ്മൾ വയ്ക്കുക. അതിനുശേഷം ഇവിടെ സെൻറ്റർ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുക. ഇങ്ങനെ കത്തിരിക്ക നമ്മളിങ്ങനെ അടയാളപ്പെടുത്തണം. അതിനുശേഷം നമ്മളൊരു കൈ ഇങ്ങനെ എടുക്കുക. ഇത് കൈയുടെ ബാക്ക് വശമാണുള്ളത്. ഇത് കൈയുടെ ബാക്ക് വശം, ഇത് കൈയുടെ ഫ്രണ്ട് വശമാണ്. അപ്പോൾ ഈ ബാക്ക് വശത്ത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ സെൻറ്ററിൽ ഈ അരി ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഈ ഷേപ്പിലൂടെ നമ്മളിങ്ങനെ വെച്ച് നോക്കണം ഉണ്ടോ. ഇങ്ങനെ നമ്മൾ കൈ പിടിപ്പിക്കുമ്പോൾ ഒപ്പം വരുമോ എന്ന് നമ്മളിങ്ങനെ വെച്ച് നോക്കണം. അപ്പോൾ ഇത് കൈ പിടിപ്പിക്കുമ്പോൾ ഒപ്പം വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് ഈ ബാക്കിൻ്റെ ഈ എൻഡ് നമ്മളിങ്ങനെ വെച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കണം. അങ്ങനെ നോക്കിയതിന് ശേഷം വേണം നമ്മൾ പിടിപ്പിക്കാനായിട്ട്. ഇവിടെ നമ്മൾ ഷോൾഡർ പിടിപ്പിച്ച പോലെ തന്നെ ഇവിടെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തു, കൈക്ക് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ട് സെൻറ്റർ നമ്മളിങ്ങനെ ഒപ്പം വയ്ക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് വേണം അടിച്ചു തുടങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 4 ഇഞ്ച് വീതിക്കോ അല്ലെങ്കിൽ 4 ഇഞ്ചും 0.5 വീതിക്കോ നമുക്ക് പിടിക്കാം. പക്ഷെ നമ്മൾ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മൾ എല്ലാം ഒരേ വീതിക്ക് അടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കഴിയുന്നത് എല്ലായിടും ഒരേ വീതിക്ക് അടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇത് നമ്മൾ അടിയിലത്തെ പീസ് നമ്മൾ ഇതുപോലെ ആദ്യം പറഞ്ഞ പോലെ വലിച്ചു പിടിക്കണം. അതിന് ശേഷം നമ്മൾ മുകളിലത്തെ പീസ് ഒപ്പം വെക്കണം. എന്നിട്ട് നമ്മൾ ഒരേ വീതിക്ക് നമ്മൾ അടിക്കാൻ ശ്രമിക്കുക. കെട്ടിട്ട് നിർത്തണം കേട്ടോ. കേട്ടോ, അങ്ങനെ നമ്മളൊരു സൈഡ് അടിച്ചു. ഇനി നമ്മൾ ഈ സൈഡും കൂടെ അതുപോലെ അടിക്കും. അപ്പോൾ അത് കൃത്യം ഒപ്പം വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൈ അല്ല വലിക്കുന്നത്, കൈ നമ്മൾ വലിക്കുന്നില്ല. അടിയിലത്തെ കൈക്കുഴിയാണ് നമ്മൾ, കൈക്കുഴിയുടെ പീസാണ് വലിച്ചു കൊടുക്കുന്നത്. കൈയുടെ പീസ് നമ്മൾ വലിച്ചു കൊടുക്കുന്നില്ല, കൈക്കുഴിയുടെ പീസ് നമ്മൾ വലിച്ചു കൊടുക്കണം. അങ്ങനെ വേണം നമ്മൾ പിടിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ കൈക്കുഴിയുടെ പീസ് മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് അടിയിലത്തെ പീസ് നമ്മൾ വലിക്കുന്നില്ല, മുകളിലത്തെ പീസാണ് നമ്മൾ വലിച്ചിരിക്കുന്നത്. അടിയിലത്തെ പീസ് നമ്മൾ വലിക്കുന്നില്ല, മുകളിലത്തെ പീസ്. അതായത് കൈയല്ല വലിക്കണേ, കൈക്കുഴിയാണ്, കൈക്കുഴിയുടെ പീസാണ് നമ്മൾ വലിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം പകുതി അടിച്ചപ്പോൾ നമ്മൾ കൈക്കുഴിയുടെ പീസ് അടിയിലായിരുന്നു, ഇപ്പോൾ കൈക്കുഴിയുടെ പീസ് മുകളിലാണ്. ഉണ്ടോ. അപ്പോൾ അങ്ങനെ അതും അടിച്ചു നമ്മൾ. അതിനുശേഷം നമ്മളിങ്ങനെ തിരിച്ചു വെച്ചിട്ടേ രണ്ടാമത് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം.
ഉണ്ടോ? നമ്മളത് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്തതിന് ശേഷം ഇതിന് പുറമെ സ്റ്റിച്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ തുമ്പ് ലോക്ക് ചെയ്തിട്ട് വേണം സൈഡ് ജോയിൻ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ സൈഡ് ജോയിൻ ചെയ്തിട്ടും വേണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ കണ്ടോ, ഇപ്പം നമ്മളെ കൈക്കുഴിയും കൈയും ഒക്കെ കറക്റ്റായിട്ട് നിൽക്കണുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാം, നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് ആകണമെന്ന് അതിൻ്റെ അർത്ഥം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ കൈ പിടിപ്പിച്ച് കഴിയുമ്പോൾ ഇതങ്ങനെ കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇങ്ങനെ കൈ പിടിപ്പിക്കുമ്പോൾ ഒപ്പം വരിക എന്നുള്ളത്. കണ്ടോ, ഇങ്ങനെ നമ്മൾ നാഗം കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഫിനിഷിങ് ഉണ്ടാവും. കണ്ടോ, അതെങ്ങനെ കണ്ടോ, ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇങ്ങനെയാണ് കൈ പിടിപ്പിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ലോക്ക് ചെയ്യാം. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈയുടെ ലൂസിൻ്റെ മാർക്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കുക. കൈയുടെ ലൂസ് എത്രയാണോ അതിൻ്റെ മാർക്കിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് കെട്ടിട്ട് തുടങ്ങണം. അതുപോലെ തന്നെ നമ്മൾ ഈ കൈയുടെ ജോയിൻ്റ് ഉണ്ടല്ലോ, ഈ രണ്ട് ജോയിൻറ്റും ഇങ്ങനെ ഒപ്പം നിൽക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ജോയിൻറ്റ് കറക്റ്റായിട്ട് നിൽക്കണം. കാലിഞ്ചും പോയിന്റ് വേണം തയ്യൽ തുമ്പ്. അത് തുമ്പ് ഒളിച്ചടിക്കുന്നില്ല, ലോക്ക് ചെയ്ത് അടിക്കുന്നേ ഉള്ളൂ കേട്ടോ. വലിച്ചു പിടിച്ച് തച്ച് കഴിഞ്ഞാലേ നമുക്കതിന് ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്തു. കണ്ടോ, അതിൽ കൈ പിടിപ്പിച്ചങ്ങനെ കണ്ടോ, ആ ജോയിൻ്റ് ഇത് കണ്ടോ കറക്റ്റായിട്ട് വന്നൊക്കെ കണ്ടോ. ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് നമ്മൾ മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കെല്ലാം അതുപോലെ തന്നെ കറക്റ്റായിട്ട് നിൽക്കും. കണ്ടോ, ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വന്നേക്കണം കേട്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് വന്നു. കൈയുടെ ജോയിൻ്റൊക്കെ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് കറക്റ്റ് മെഷർമെൻറ്റിൽ വെട്ടിയെടുക്കുകയാണെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് കോളർ അടിക്കാം. കോളർ അടിക്കാനായിട്ട് ആദ്യം നമ്മൾ സ്പ്രേയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം പറയാം, ഇവിടെ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തി നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതായത് നെക്കിന് നമ്മളൊരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തണം. അത് കോളറിൽ വെച്ചടിക്കാനുള്ളതാണ്. അത് നമുക്ക് മടങ്ങി കിട്ടാൻ എളുപ്പത്തിൽ നമ്മളിങ്ങനെ ഒന്ന് കത്രി കൊണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ പ്രഷർ വീതിക്ക് ഈ തുമ്പ് ഇങ്ങനെ ഇറക്കി അടിക്കുക. ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം ഈ അധികമുള്ള തുമ്പുണ്ടല്ലോ, ഈ സ്റ്റിച്ചിൻ്റെ ഇപ്പുറം വെച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം. നമ്മൾ കട്ട് ചെയ്ത് കളയണം.
അതിനുശേഷം നമ്മളിതിങ്ങനെ മടക്കി പിടിക്കണം. ഇവിടെ നമ്മളിങ്ങനെ മടക്കി പിടിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഒപ്പം വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. ഉണ്ടോ? അതിനുശേഷം ഇങ്ങനെ നമ്മൾ കോളറിൻ്റെ അടിയിൽ വയ്ക്കാനുള്ള പീസ് നമ്മളിങ്ങനെ ഒപ്പം വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ അരിയിൽ നിന്ന് അടിച്ച് തുടങ്ങണം കേട്ടോ. ഈ വക്രത്തേൽ ഈ സ്പ്രേയിൽ കൊള്ളാതെ നമ്മൾ കറക്റ്റ് അരിയുടെ കെട്ടിട്ടടിച്ച് തുടങ്ങണം. എന്നിട്ട് നമ്മൾ ഈ പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തണം. ഈ മൂലയ്ക്കിൽ ഒരു കാണി പുറകിലായിട്ട് നിർത്തണം കേട്ടോ. ഒരു കാണി പുറകിലായിട്ട്, ഒരു കാണി പുറകിലായിട്ട് നമ്മൾ സൂചി ഇങ്ങനെ കുത്തി നിർത്തണം. അതിനുശേഷം നമ്മൾ അല്പം നൂലെടുത്ത് ആ മൂലയ്ക്കിൽ ഈ രണ്ട് പീസിൻ്റെ കൂടെ നടുക്കായിട്ട് നമ്മളിങ്ങനെ ഇട്ട സൂചിയിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കുക. എന്നിട്ട് സൂചി അതിനിപ്പുറം മറിച്ച് കുത്തുക ആ നൂലിൽ. അതിനുശേഷം നമ്മളിതിങ്ങനെ കൂട്ടിപ്പിരിക്കണത്, രണ്ട് നൂലും കൂടെ ഇങ്ങനെ നമ്മൾ കൂട്ടിപ്പിരിച്ചിട്ട് നമ്മളതിനെ ഈ ഉള്ളിലേക്ക് ഇങ്ങനെ മറിച്ച് പിടിക്കണം. അതിനുശേഷം വീണ്ടും സൂചി ഇപ്പുറത്തേക്ക് മറിച്ച് കുത്തണം. അങ്ങനെ നമ്മൾ സൂചി മറിച്ച് കുത്തിയിട്ട് പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ ഇങ്ങനെ അടിയിലത്തെ പീസ് നന്നായിട്ട് വലിച്ചു പിടിക്കുക. അതിനുശേഷം മുകളിലത്തെ പീസ് ഒപ്പം വയ്ക്കുക, ഇങ്ങനെ അടിക്കുക. അടിയിലത്തെ പീസ് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക. അതിനുശേഷം മുകളിലത്തെ പീസ് ഒപ്പം വയ്ക്കുക. അതുപോലെ ഈ എൻഡിൽ എത്താറാകുമ്പോൾ നമ്മൾ ഒരു കാണി പുറകിൽ നിർത്തണം കേട്ടോ. ആ മൂലയ്ക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കാണി നമ്മൾ പുറകിൽ നിർത്തണം. അതിനുശേഷം നമ്മൾ ആദ്യം ഇട്ടതുപോലെ രണ്ട് തുണിയുടെ നടുക്ക് നൂല് പകർത്തി സൂചിയിലേക്ക് വലിച്ചു മുട്ടിക്കുക. അതിനുശേഷം തിരിച്ചിങ്ങനെ എടുത്തിട്ട് രണ്ട് നൂലും കൂടെ ഇങ്ങനെ പിരിച്ച് നമ്മളിങ്ങനെ ഈ അകത്തേക്ക് ഇടണം. അതിനുശേഷം ആ സൂചി മറിച്ച് ഇപ്പുറത്തേക്ക്, ആ നൂലിൻ്റെ ഇപ്പുറത്തേക്ക് സൂചി മറിച്ച് കൊണ്ടുവരിക. എന്നിട്ട് അടിയിലത്തെ പീസ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കണം. എന്നിട്ട് ഒപ്പം വെച്ചിട്ട് കെട്ടിട്ട് നമ്മൾ അവസാനിപ്പിക്കണം. അത് കഴിഞ്ഞ് നമ്മളൊരു 1/4 ഇഞ്ച് വീതിക്ക് തുമ്പ് നിർത്തിയിട്ട് ബാക്കിത്തെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം നമ്മളിങ്ങനെ തുമ്പ് രണ്ടും കൂടെ കൂട്ടിപ്പിടിക്കുക. എന്നിട്ടത് തുമ്പ് പുറത്തേക്ക് ഇടുക. അടി നൂലെ പിടിച്ച് വലിക്കുക. അപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് ആ പോയിന്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ? അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ മടക്കി പിടിക്കുക. അതിനുശേഷം നമ്മൾ അതിനുശേഷം ഇങ്ങനെ പുറത്തേക്ക് ഞെളിക്കുക. ആ നൂലെ പിടിച്ച് വലിക്കുക. കണ്ടോ, ഇവിടെ അത് പോയിന്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മറിച്ചെടുത്തിട്ട് ഈ നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പീസ് ഇതിങ്ങനെ എല്ലായിടവും നമ്മളിങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അങ്ങനെ മൊത്തം നമ്മളിങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പ്രഷർ വീതിക്ക് അടിക്കണം. പ്രഷർ വീതി ചുറ്റും അങ്ങനെ 3 സൈഡും പ്രഷർ വീതിക്ക് അടിക്കണം. ഈ താഴത്തെ വശം നമ്മളെ കൃത്യ അരികിലൂടെ അടിക്കണം. ആ സ്പ്രേയുടെ അരികിൽ കൂടെ നമ്മളിങ്ങനെ അടിക്കണം. സ്പ്രേയുടെ അരികളെ നമ്മൾ അടിക്കുക. അതിനുശേഷം ബാലൻസ് ഉള്ള തുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ആ സ്പ്രേയുടെ ലെവലിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമ്മളിങ്ങനെ കൃത്യം മടക്കുക. കൃത്യം മടക്കിയിട്ട് നമ്മളിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിനി ആ നെക്കിന് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തല്ലോ, നെക്കിൻ്റെ ഈ സെൻറ്ററും ഈ കോളറിൻ്റെ ഈ സെൻറ്ററും ഒപ്പം അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഇതിൻ്റെ അരിക്കടെ ഈ സ്പ്രേ കയറാതെ നമ്മളിങ്ങനെ അടിച്ചെടുക്കണം. സ്പ്രേ കൊള്ളാതെ
അത് നമ്മൾ പകുതിക്കാൻ തുടങ്ങി, സെൻറ്ററിൽ നിന്ന് തുടങ്ങി അങ്ങേറ്റം കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. അതുപോലെ നമ്മൾ തിരിച്ചും സെൻറ്ററിൽ നിന്ന് തുടങ്ങണം. ആ സ്പ്രേയിൽ കൊള്ളാതെ നമ്മൾ അരികിലൂടെ ഇങ്ങനെ വെച്ചിടണം. അങ്ങനെ രണ്ട് സൈഡ് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചെടുത്തു. നമ്മൾ ചെയ്യണതിൻ്റെ അടിയിലത്തെ പീസ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു പോയിന്റ് ഇങ്ങനെ മാറ്റി വേണം തുടങ്ങാൻ കേട്ടോ. ഈ എഡ്ജിൽ നിന്ന് തുടങ്ങരുത്, ഒരു കാണി ഇത്ര മാറ്റി നമ്മളിവിടെ തുടങ്ങണം. ഇവിടുന്ന് ഒരു കാണി മാറ്റി തുടങ്ങണം, ഈ എഡ്ജിൽ നിന്ന് തുടങ്ങരുത്. ഇവിടുന്ന് ഒരു കാണി മാറ്റി തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മളൊരു കാണി മാറ്റി നിർത്തണം. ഫുള്ളായിട്ട് കൊണ്ടുവന്ന് അടിച്ചിറക്കരുത്, ഇവിടെ ഇത്രയും കൊണ്ടുവന്ന് നിർത്തണം. ഇട്ടിട്ട് വേണം നമ്മൾ നിർത്താൻ. അതിനുശേഷം നമ്മൾ ആ തുമ്പിങ്ങനെ കൃത്യമായിട്ട് കണ്ടിച്ചോളാം. അങ്ങനെ നമ്മൾ തുമ്പ് കണ്ടിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ ഈ ഇവിടെ ഉണ്ടല്ലോ, ആ സ്റ്റിച്ചെ കൊള്ളാതെ ഈ ഭാഗത്തെ തുണി നമ്മൾ അങ്ങ് എടുത്ത് കളയണം കേട്ടോ. സ്റ്റിച്ചെ കൊള്ളരുത്, സ്റ്റിച്ചെ കൊള്ളാതെ എത്ര തുണി എടുത്ത് കളയണം. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ മറിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. മറിച്ചെടുക്കുമ്പോൾ ആ മൂലയ്ക്ക് കട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ മറിച്ചെടുക്കും. അങ്ങനെ നമ്മൾ മറിച്ചെടുത്തിട്ട് ഈ നഖം കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കും. അതുപോലെ ഈ തുമ്പ് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നഖം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. ഈ സൈഡ് അതുപോലെ തുമ്പ് കറക്റ്റായിട്ട് വെച്ചിട്ട് നഖം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. അതുപോലെ ബാക്കി വശം നമ്മൾ എടുക്കുക, അതുപോലെ നഖം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യും. ഈ പോയിന്റ് മറിഞ്ഞ് വന്നില്ലെങ്കിൽ നമ്മൾ സൂചിക്ക് വയ്യ ഒന്ന് കുത്തി ഇങ്ങനെ മറിച്ചെടുക്കും. ഈ പോയിന്റ് മറിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നമ്മളിങ്ങനെ സൂചിക്കൊന്ന് കുത്തി മറിച്ചെടുക്കണം. കണ്ടോ, ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ബാക്കി നിൽക്കണോ, ഈ നമ്മൾ വലിച്ചു പിടിച്ച് അടിച്ചതുകൊണ്ടാണ് നമുക്ക് ചുളുക്കമില്ലാതെ കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും നമ്മൾ വലിച്ചു പിടിച്ചടിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം. അതിനുശേഷം പ്രഷർ വീതിക്കുക. ഈ എൻഡിൽ നിന്ന് നമ്മൾ ആ എൻഡ് വരെ പ്രഷർ വീതിക്കുക. അതുകൊണ്ട് ഈ സ്പ്രേയുടെ ഈ എൻഡിൽ നിന്നുണ്ടല്ലോ, നമ്മൾ തയ്ക്കാനുള്ള തുമ്പ് നിർത്തിക്കൊണ്ട് കട്ട് ചെയ്ത് വേണം. നമ്മളെന്തോരം തുമ്പാണോ പിടിച്ചാണോ തയ്ക്കാൻ ഉദ്ദേശിക്കണേ അപ്പുറവും തുമ്പ് നിർത്തിക്കൊണ്ട് ബാക്കിയത്തെ കട്ട് ചെയ്ത് വേണം. നമുക്ക് തയ്ക്കാനായിട്ട് നമ്മൾ എത്ര തുമ്പ് എടുക്കണുണ്ടോ അത്രയും തുമ്പ് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് വേണം. ഇങ്ങനെ നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള തുമ്പ് നിർത്തിക്കൊണ്ട് കട്ട് ചെയ്യുക. ഇതിങ്ങനെ ഒപ്പം വയ്ക്കുക. എന്നിട്ട് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷർട്ടിൻ്റെ കോളറിന് നമ്മൾ സെൻറ്റർ ഉണ്ടല്ലോ, കഴുത്തിന് ഷർട്ട്, ഈ കോളറിൻ്റെ സെൻറ്ററിലേക്ക് കഴുത്തിൻ്റെ ഈ സെൻറ്റർ നമ്മളിങ്ങനെ വെച്ച് നോക്കുക. ഉണ്ടോ, ഈ മാർക്കിൽ നിന്ന് ഈ കഴുത്തിങ്ങനെ നമ്മൾ വെച്ച് നോക്കുക. ഇവിടുത്തെ മാർക്ക് ഒപ്പം വന്നിട്ടുണ്ടോ കണ്ടോ, അതിങ്ങനെ ഒപ്പം വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒപ്പം നിൽക്കണം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ ഈ രണ്ട് സൈഡും ഇങ്ങനെ ഒപ്പം പിടിച്ച് നോക്കണം, ഒപ്പമാണോ എന്ന് നോക്കണം. ഈ രണ്ട് സൈഡ് നമ്മളിങ്ങനെ ഒപ്പം പിടിച്ചിട്ട് ഇത് ഒപ്പമാണോ എന്ന് നോക്കണം.
ഇതൊരു പോയിൻ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയോ, ഇത് നമ്മളിവിടെ ഒരു പോയിൻ്റ് എടുത്ത് കളയണം. ഒരു പോയിൻ്റ് ഈ സൈഡ് കുറവുണ്ട്, അത് നമ്മൾ ആ ഒരു പോയിൻ്റ് നമ്മളിങ്ങനെ എടുത്ത് കളയണം. അതുപോലെ ഇത് കഴുത്ത് ഇവിടെ ഇതുപോലെ എങ്ങനെ ഒരല്പം വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് ആ സ്റ്റിച്ചിങ്ങിലൊക്കെ ചിലപ്പോൾ ഒരു ലേശമൊക്കെ വ്യത്യാസം വന്നു വരാം. അപ്പോൾ അന്നേരം നമ്മളതിങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമ്മളിങ്ങനെ ഒപ്പം വെച്ച് നോക്കണം ഇത് കൃത്യമാണോ എന്ന്. ഇപ്പം ഇത് കൃത്യമാണ്, അപ്പം ഇനി നമ്മൾ കോട്ട അങ്ങ് പിടിപ്പിക്കുക. കോളർ പിടിപ്പിക്കുന്നത് സെൻറ്ററിൽ നിന്നാണ് കേട്ടോ പിടിപ്പിക്കുന്നത്. അപ്പോൾ കോളറിൻ്റെ സെൻറ്റർ ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ഒപ്പം വെക്കണം. എന്നിട്ട് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പിന് വേണ്ടി നിർത്തിയായിരുന്ന ആ വീതിക്ക് തന്നെ നമ്മളങ്ങ് അടിക്കണം. തയ്യൽ തുമ്പിന് വേണ്ടി നമ്മൾ എത്ര വീതിയാണോ ഇട്ടേ അത്രയോളം വീതിക്ക്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കഴുത്ത് നമ്മളിങ്ങനെ ഷോൾഡറിൻ്റെ ആ കഴുത്ത് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കണം. ഷോൾഡറിൻ്റെ ആ കഴുത്ത് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കണം. എല്ലായിടത്തും നമ്മൾ ഒരേ വീതിക്കാണെങ്കിൽ കറക്റ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലായിടത്തും ഒരേ വീതിക്ക് അടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കാരണം നമ്മളിവിടെ ഈ എൻഡിൽ നമ്മളൊരു പോയിന്റ് മാറ്റി കുത്തിയാണല്ലോ നിർത്തിയത്. അത് നമ്മളിങ്ങനെ മടക്കി പിടിക്കണം. കണ്ടേ, നമ്മളിങ്ങനെ ഇവിടെ ഒരു പോയിന്റ് മാറ്റിയാണ് നിർത്തിയത്. കണ്ടോ ഇങ്ങനെ, അത് നമ്മളിങ്ങനെ മടക്കി പിടിക്കണം. അപ്പോൾ ഇതിവിടെ പ്രസൻ്റ് അടിയിരിക്കുന്നതുകൊണ്ടാണ് ഈ തുമ്പ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നതാണ് അവസാനിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പോയിന്റ് അവിടെ മാറ്റി നിർത്തിയത്. അങ്ങനെ നമ്മൾ ആ സൈഡ് അടിച്ചെടുത്തു. അല്ലോ, അപ്പോൾ അത് നമ്മളിതിൻ്റെ തുമ്പിങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ച് കഴിയുമ്പോണ്ടല്ലോ ആ പടിയും ആ നെക്കിൻ്റെ സൈഡും കണ്ടോ ഇങ്ങനെ ഒപ്പം നിൽക്കണം. കേട്ടോ, ഇങ്ങനെ ഒപ്പം നിൽക്കും. അതാണ് നമ്മളൊരു പോയിന്റ് മാറ്റി നിർത്തി തുടങ്ങിയതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മളിവിടെ മടക്കി പിടിക്കണം. ഇതിങ്ങനെ മടക്കി പിടിക്കണം. എന്നിട്ട് നമ്മൾ ഈ അരിയിൽ നിന്ന് തുടങ്ങണം. അങ്ങനെ നമ്മൾ അവിടെ സെൻറ്ററിൽ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. അങ്ങനെ രണ്ട് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടോ, ഇതിൻ്റെ തുമ്പ് ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ മടക്കി വെച്ചാണ്ടല്ലോ. കണ്ടോ, ഈ പടിയും നെക്കും കണ്ടോ ഒപ്പം നിൽക്കണുണ്ടോ, പുറത്തേക്കൊന്നും തള്ളി വരാതെ കറക്റ്റായിട്ട് നിൽക്കണുണ്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് അടിച്ച് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഈ സെൻറ്ററിലെ മാർക്കും ഈ നെക്കിൻ്റെ മടക്കും ഈ സെൻറ്ററിലെ മാർക്കും ഇങ്ങനെ ഒപ്പം വയ്ക്കുക. എന്നിട്ട് നമ്മൾ അവിടുന്ന് അടിച്ചു തുടങ്ങുക. അവിടെ നമ്മൾ അരികിലൂടെ
കണ്ടോ, നമ്മൾ ആ ഒരേ രീതിക്ക് അടിച്ചുകൊണ്ട് കണ്ടോ കൃത്യം ആ തോട്ടിക്കൂടെ ഇങ്ങനെ സ്റ്റിച്ച് നോക്കണം കേട്ടോ. ഇങ്ങനെ ആ കൃത്യമായ എഡ്ജിക്കൂടെ മാത്രം സ്റ്റിച്ച് നോക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ അടിക്കണത് ഇതിൻ്റെ ഇറക്കമാണ്. ഇതിങ്ങനെ ഒപ്പം വെച്ച് നോക്കുക. അതിന് ശേഷം നമ്മളിങ്ങനെ ഇറക്കം നമ്മൾ മടക്കി അടിക്കണം. അപ്പം അതിന് മുമ്പാട് നമുക്കിത് ലോക്ക് ചെയ്യണം, സൈഡ് ലോക്ക് ചെയ്യണമുണ്ട്. ഇത് നമ്മളിതിൻ്റെ ഇറക്കം അടിക്കണം കേട്ടോ. നമ്മൾ ഇറക്കം അടിക്കണം. ഇറക്കം അടിക്കാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയോ, ഒരു 4 ഇഞ്ച് വീതിക്ക് നമ്മളിങ്ങനെ മടക്കണം. 4 ഇഞ്ചും പോയിന്റ് വീതിക്ക്. നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽത്തും വിട്ടേക്കണേ. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് പോയിന്റ് വീതിക്കാണ് ഇതിനെ മടക്കി അടിക്കണം. അപ്പോൾ നമ്മളൊരു 4 ഇഞ്ചോ 4 ഇഞ്ചും പോയിന്റ് വീതിക്കോ നമ്മളിങ്ങനെ ആദ്യം ഒന്ന് മടക്കണം. ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് മടക്കാൻ മതി കേട്ടോ. നമ്മൾ അടിക്കരുത്, അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുളുക്കുണ്ടാവും. അപ്പോൾ അടിക്കാതെ നമ്മൾ നഖം കൊണ്ട് ഇങ്ങനെ പയ്യെ ഇങ്ങനെ മടക്കിയെടുക്കണം. നമ്മളിങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം നമ്മളൊരു 1/2 ഇഞ്ച് പോയിന്റ് വീതിക്ക് നമ്മളങ്ങ് അടിച്ചെടുത്താൽ മതി. 1/2 ഇഞ്ച് പോയിന്റോ 1/2 ഇഞ്ചായാലും കുഴപ്പമില്ല. 1/2 ഇഞ്ച് പോയിന്റ് വീതിക്ക് നമ്മളിങ്ങനെ കെട്ടിട്ടടിക്കണം. അങ്ങനെ വലിച്ചു അടിച്ചുകൊണ്ടുണ്ടോ കണ്ടോ, കണ്ടോ ഒപ്പം വന്നിരിക്കണുണ്ടോ, ഉണ്ടോ 2 സൈഡ് ഇങ്ങനെ ഒപ്പം നിൽക്കണുണ്ടോ. ഇല്ലെങ്കിൽ ഞാൻ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഇവിടുത്തെ സ്റ്റിച്ച് ഇങ്ങനെ നേരെ നിൽക്കണുണ്ടോ, ഉണ്ടോ സ്റ്റിച്ച് തമ്മിൽ നേരെ വന്നിട്ടുണ്ടോ, അങ്ങനെ നിൽക്കണം. ഇല്ലെങ്കിൽ ഞാൻ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തള്ളി പുറത്തേക്ക് തള്ളി വരും. അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ അടിയിലത്തെ പീസ് വലിച്ചു പിടിച്ചടിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒപ്പം വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ് കണ്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കണ്ടോ അടിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണം കണ്ടോ, നല്ല ചുളുക്കമൊന്നും ഇല്ലാതെ നല്ല ഫിനിഷിങ് ചെയ്തല്ലേ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ ഷർട്ടിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് ആണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ ഇത് ലേഡീസിൻ്റെ ഷർട്ട് ആയതുകൊണ്ട് ഇതിന് പോക്കറ്റ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് പോക്കറ്റ് വയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിന് പോക്കറ്റിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് പോക്കറ്റ് വെക്കുന്നത് കാണിച്ചു തരാമായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. സംശയങ്ങളോ അഭിപ്രായങ്ങളോ ആവശ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ അതിനനുസരിച്ച് അവസരം പോലെ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലേഡീസിൻ്റെ യൂണിഫോം ഷർട്ട് തയ്ച്ചു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.